ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അശ്വിൻ ഇങ്ങനെ ശ്രുതിയോട് സോറി പറയുമ്പോൾ ശ്രുതി പറയണേ എന്നോട് ആദ്യം സോറി പറയുമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഈ സമയം അശ്വിൻ തന്നെ നാണം കെട്ട് നിൽക്കുകയാണ്. ഇത്ര അഹങ്കാരമോ, ഇവളോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ആ ലെവലിൽ അശ്വിൻ നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം മുത്തശ്ശിയും ലാവണ്യയും അതുപോലെ അഞ്ജലിയും ഒക്കെ പറയാണ്, ശ്രുതിയെ കണ്ടില്ലല്ലോ, എന്തായാലും ഇന്ന് അവൾ വന്നാൽ എന്ത് പണിയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നിങ്ങനെ അവർ തമ്മിൽ പരസ്പരം പറയാൻ കേട്ടോ. അപ്പോൾ ഇത് മനോരമ കേൾക്കണം. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് തമ്മിൽ വഴക്കിടാം എന്ന് പറയുമ്പോഴാണ് ശ്രുതി കയറി വരുന്നത് കേട്ടോ. അങ്ങനെ ശ്രുതിയെ കണ്ട ഉടൻ തന്നെ ഇവരിങ്ങനെ വഴക്കിടുക. എനിക്ക് തൊണ്ടയ്ക്ക് വേദനയാണ്, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് നീ എന്താ എനിക്ക് ചുക്കാപ്പി ഉണ്ടാക്കി തരാത്ത? അപ്പോൾ ഉടൻ തന്നെ ലാവണ്യ പറയാണ്, തൊട്ടത്തിന് പിടിച്ചിട്ട് ഇങ്ങനെ കാപ്പി ഉണ്ടാക്കി തരലല്ല എനിക്ക് പണി, എനിക്ക് എൻ്റേതായ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ലാവണ്യ അച്ചമ്മയോട് ചൂടാവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് ശ്രുതി പറയാണ്, നിങ്ങൾ തമ്മിൽ ചൂടാവണ്ട, ഞാൻ നിങ്ങൾക്ക് ചുക്കാപ്പി ഉണ്ടാക്കി തന്നാൽ ഇതിൻ്റെ പ്രശ്നം അങ്ങ് തീരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി തന്നെ കിച്ചണിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ശ്രുതി തൻ്റെ മോതിരം തിരിഞ്ഞിട്ടാണ് ഈ നടക്കുന്നത്. പക്ഷേ അപ്പോഴൊന്നും ഈ മോതിരം കാണുന്നില്ല. അതിനിടയ്ക്കാണ് ഇവരുടെ വഴക്ക് കാണുമ്പോൾ ശ്രുതിക്ക് ടെൻഷനാവാണ്. അങ്ങനെ ശ്രുതി കിച്ചണിൽ പോയി ചുക്കാപ്പി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഈ അച്ചമ്മയിൽ ലാവണി എന്നാണ് ഇവരുടെ വഴക്ക് മാറുക, എനിക്കൊരു സ്വസ്ഥതയും സമാധാനം കിട്ടുന്നില്ലല്ലോ, ഇവർ തമ്മിൽ വഴക്കൂടുന്നത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേവലാതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ശ്രുതി ഇങ്ങനെ കോഫി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഇതിനിടയ്ക്ക് ഇവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്ക് കൂടുന്ന ആ സൗണ്ട് ഇങ്ങനെ കിച്ചണിലോട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം കിച്ചണിൽ ശ്രുതി പണിയെടുക്കുമ്പോൾ മനോരമ ശ്രുതിയുടെ അടുത്തോട്ട് എത്തുകയാണ്. എന്നാൽ ഇപ്പുറത്താണെങ്കിൽ അഞ്ജലിയും ലാവണ്യയും അച്ഛമ്മയും കൂടി പറയണേ, ഇന്ന് അവൾ പോവില്ല, എന്തായാലും അവൾക്ക് ആ പണി കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ തമ്മിൽ വഴക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് അവൾ എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മനോരമ കാണണം. അങ്ങനെ ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലണം. അങ്ങനെ ശ്രുതിയോട് പറയണേ, ശ്രുതി നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ശ്രുതി പറയണേ, എന്ത് കാര്യമാണ് പറയാനുള്ളത്? അതെ, നിന്നെ എല്ലാവരും കബളിപ്പിക്കുകയാണ്, അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇനിയും ഒന്ന് ആ ഹോളിലോട്ട് ഇപ്പോൾ പോയി നോക്കിയേ എന്ന് പറയുമ്പോൾ, അതെന്തിനാ, നിന്നെ അച്ഛമ്മ വിളിക്കുന്നുണ്ട്, ഇനി പോയി നോക്ക് എന്ന് പറയാനേട്ടാ. അപ്പോൾ ഇങ്ങനെ ഈ ചുക്കാപ്പി അത് ഞാൻ നോക്കിക്കോളാം, നീ വരുന്നത് വരെ ഞാൻ നോക്കാൻ എനിക്കറിയാം, ഇത് തിളക്കല്ലേ വേണ്ടത്, അത് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ തള്ളി വിടുകയാണ് കേട്ടോ. ഇതേ സമയം അച്ഛമ്മ പറയാണ് ലാവണ്യോട്, എന്തായാലും ലാവണ്യ അവൾ ആ ഒരു ചുക്കാപ്പി വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത പണി എന്താ അവൾക്ക് കൊടുക്കുക, അവളിന്ന് പോവുമല്ലോ, അത് പ്രശ്നമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ തമ്മിൽ പരസ്പരം ഇങ്ങനെ ചിരിക്കുന്നത് ശ്രുതി കാണാൻ കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ അവർ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രുതി തൻ്റെ പിറകിൽ നിൽക്കുന്ന ലാവണ്യയെ അച്ഛമ്മ കെട്ടിപ്പിടിക്കുന്നു, അഞ്ജലി കെട്ടിപ്പിടിക്കുന്നൊക്കെ ആ സീന് കാണുമ്പോൾ തന്നെ കബളിപ്പിക്കുകയാണെന്ന് ശ്രുതിക്ക് മനസ്സിലായി കേട്ടോ. അങ്ങനെ ശ്രുതി അച്ചമ്മയുടെ ലാവണ്യയുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്, എന്നാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങളെന്നെ കബളിപ്പിക്കുകയാണെന്ന്, ഞാൻ നിങ്ങൾ തമ്മിൽ വഴക്കിടുമ്പോൾ എൻ്റെ മനസ്സിന് എത്ര ടെൻഷനുണ്ടെന്ന് നിങ്ങൾക്കറിയോ, എന്നിട്ട് എന്താ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ലാവണ്യക്കും അച്ചമ്മക്കും ഒക്കെ ഭയങ്കര സങ്കടമാവാണ്. അപ്പോൾ ഉടൻ തന്നെ മനോരമ പറയണേ, ഇവർക്ക് ഇതന്നെ പണി, നിന്നെ കബളിപ്പിക്കൽ തന്നെ ഇവർക്ക് പണി, ഇനി ഇവിടെ പിടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ശ്രുതി പറയണേ, എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല, ഞാൻ പോകുന്നു, ഇത്രയും നാൾ നിങ്ങളെന്നെ കബളിപ്പിക്കുകയായിരുന്നു, ഇല്ലാത്ത നുണകൾ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങാണ് കേട്ടോ. ഇതേ സമയം ജയപ്രകാശ് എന്നോടല്ലേ പറഞ്ഞത് അവളെ പിടിച്ചു നിർത്തി എന്നിങ്ങനെ അച്ഛമ്മ അവിടുത്തെ വേലക്കാരനോട് പറയാൻ കേട്ടോ. അപ്പോഴേക്കും മനോരമ, രക്ഷപ്പെട്ടു, അവൾ പോയി കിട്ടി, ഇനി ഇവിടെ സ്വസ്ഥതയോടുകൂടി നിൽക്കാമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം അച്ഛമ്മ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. ഇതോടുകൂടി നമ്മുടെ അശ്വിൻ്റെ കല്യാണം ഞാൻ വേണ്ടെന്ന് വെക്കും. അപ്പോൾ ലാവണ്യ പറയാം, എനിക്കും വേണ്ട, ശ്രുതിയില്ലാത്ത കല്യാണം എനിക്ക് വേണ്ട എന്നിങ്ങനെ പറയണം, അവളാണ് എന്നെ കല്യാണത്തിലോട്ട് നയിച്ചത്, അതുകൊണ്ട് എനിക്കും വേണ്ട ഈ കല്യാണം എന്ന് പറയണ്ട. അപ്പോൾ ഉടൻ തന്നെ മനോരമയോട് അച്ഛമ്മ പറയണേ, ഈ കല്യാണം വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യാന്നറിയോ, നിൻ്റെ മകന് പിന്നീട് ഒരു പെണ്ണുകെട്ടലുണ്ടാവില്ല, അശ്വിൻ കല്യാണം കഴിച്ചാലാണ് നിൻ്റെ മകൻ കല്യാണം കഴിക്കുള്ളൂ, അതുകൊണ്ട് ശ്രുതി ഇവിടെ ഉണ്ടെങ്കിൽ ഈ കല്യാണം നടക്കുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന മനോരമ, അയ്യോ എൻ്റെ മോനക്കൊരു കല്യാണം വേണം എന്ന് പറഞ്ഞിട്ട് മനോരമ ശ്രുതിയുടെ അടുത്തോട്ട് ഓടുകയാണ് കേട്ടോ. ഈ സമയം ജയപ്രകാശ് എന്ത് ചെയ്യുന്നു, ശ്രുതി പുറത്തോട്ട് കടക്കുന്ന സമയത്ത് അവിടുത്തെ വേലക്കാരെ ആ ഡോറങ്ങ് അടക്കണം കേട്ടോ. അപ്പോൾ അതോടുകൂടി ശ്രുതി ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഈ ഡോർ അടച്ചത്, നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറയണ്ട, നിങ്ങൾ മാറി നിൽക്കൂ ചേട്ടാ, ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ, ഇല്ല പോകാൻ പാടില്ല, നിങ്ങളോടെല്ലാം മാറി നിൽക്കാൻ പറഞ്ഞു, ഇല്ല പോകണ്ട എന്ന് പറയുമ്പോൾ അവിടെ ബാക്കിൽ നിന്നിട്ട് അച്ചമ്മയും ലാവണ്യയും പറയാണ്, എന്തെങ്കിലും ചെയ്ത് അവളെ ഇവിടെ പിടിച്ച് നിർത്തണം. അപ്പോൾ ലാവണ്യ പറയണേ, ഇനി അവൾ നിൽക്കുന്നു തോന്നുന്നില്ല. അപ്പോൾ അച്ചമ്മ പറയണേ, എനിക്ക് ഒരു ഐഡിയ തോന്നുന്നു, ആ ഐഡിയ പോലെ നമുക്ക് അങ്ങ് ചെയ്യാമെന്ന് പറയട്ടാ. അപ്പോൾ എന്ത് ഐഡിയ ആണ് തോന്നുന്നത് എന്നെങ്കിൽ ലാവണ്യ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സമയം അവിടെ നിന്ന് പോകാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി ഇട്ട. അവിടുത്തെ
വേലക്കാരനോട് മാറി നിൽക്ക്, ഡോർ തുറക്ക് എന്ന് പറഞ്ഞിട്ട് ഡോർ അങ്ങ് തുറക്കുന്ന സമയത്ത് തൻ്റെ ബാക്കിൽ നിന്ന് കാണാം ഒരു പാട്ട് ഇങ്ങനെ കേൾക്കുന്ന കേട്ടോ. അങ്ങനെ ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രുതിയെ അമ്പരിപ്പിച്ച കാഴ്ചയാണ് കേട്ടോ. ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അച്ചമ്മയും അതുപോലെ ലാവണ്യയും മീശയൊക്കെ വെച്ച് ലാവണ്യയും അഞ്ജലിയും എല്ലാവരും കൂടി ഡാൻസ് ചെയ്യുന്നു കേട്ടോ. അച്ചമ്മയുടെ തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി അച്ചമ്മ നന്നായി ഡാൻസ് കളിക്കുന്നു. അതുപോലെ ലാവണ്യയും കളിക്കുന്നു. ഇത് കാണുന്ന ശ്രുതി ആകെ ഞെട്ടാണ്. എന്നിട്ട് ശ്രുതിയുടെ അടുത്തോട്ട് എല്ലാവരും ഇങ്ങനെ വരികയാണ്. ശ്രുതിയെ ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ശ്രുതിക്ക് പിന്നെ ചിരി വരുന്നില്ല. ശ്രുതിക്ക് ദേഷ്യമാണ്. അങ്ങനെ ലാവണ്യ ഇങ്ങനെ കളിക്കുന്നതിനിടയിൽ ലാവണ്യയുടെ മീശയുടെ പകുതി അങ്ങ് പോകുമ്പോൾ ശ്രുതി ചിരിക്കുകയാണ് കേട്ടോ. എന്നാൽ അശ്വിനാണെങ്കിൽ തൻ്റെ വർക്കിൽ ഇങ്ങനെ ചെയ്തും കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പാട്ട് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പാട്ട് കേട്ട ഉടനെ തന്നെ അശ്വിന് എന്താ ഇവിടെ ഇത്രയും ഒച്ചയും ബഹളവും, എനിക്ക് എൻ്റെ പണി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കലി ഇളകി അശ്വിൻ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ ഒരു ഇതായിരിക്കും കേട്ടോ. ശ്രുതിയുടെ പിറകെ എല്ലാവരും ഇങ്ങനെ പാട്ടും ഡാൻസൊക്കെ പാടിയിട്ട് നടക്കുന്നത്. എന്തിന് തൻ്റെ അച്ചമ്മ പോലും ശ്രുതിയുടെ പിന്നാലെ തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി അച്ചമ്മ കളിക്കുന്നത് കാണുമ്പോൾ അശ്വിന് പോലും ചിരി വരികയാണ് കേട്ടോ. അശ്വിൻ ആ ഒരു ചിരി അടക്കി നിർത്താനാവാതെ അശ്വിൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അശ്വിനാകെ ഞെട്ടിപ്പോവാണ് ശ്രുതിയോട് എല്ലാവർക്കുള്ള ആ സ്നേഹം കണ്ടിട്ട്. അങ്ങനെ ലാവണ്യയുടെ മീശ പോകുന്നതിനോട് കൂടി ശ്രുതി ചിരിക്കുകയാണ്. പിന്നീട് ശ്രുതി ഇവരുടെ കൂടെ ഡാൻസ് കളിക്കാൻ കൂടാണ് കേട്ടോ. അങ്ങനെ ഈ സമയം പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ചമ്മ പറയാണ്, മോളെ നീ ഇവിടെ വേണം, ഞങ്ങളുടെ കുഞ്ഞയുടെ കല്യാണം കഴിയുന്നത് വരെ വേണം, കുഞ്ഞ് കല്യാണം കഴിക്കാനുള്ള കാരണക്കാരി നീയാണ്, നീ ഇല്ലാത്തൊരു വിവാഹം നടക്കില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യമാണ്. അപ്പോഴേക്കും മനോരമ പറയാണ്, കുഞ്ഞയുടെ കല്യാണം നടന്നാലാണ് എൻ്റെ മോൻ്റെ എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ കണ്ണിട്ട് കാണിക്കുകയാണ് കേട്ടോ. അതോടുകൂടി അവിടെ പറച്ചിൽ മനോരമ അങ്ങ് നിർത്തുകയാണ്. എന്നിട്ട് അച്ചമ്മ പറയാണ്, മോളെ നീ എൻ്റെ മോളെ പോലെയാണ്, നീ ഇല്ലെങ്കിൽ ഈ വീട് ഉറങ്ങിയതുപോലെയാണ്, നിന്നെ ഞങ്ങൾക്ക് വേണം, നീ ഇവിടെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അങ്ങ് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാവണ്യ പറയാണ്, നീ ഇല്ലാത്തൊരു വിവാഹം എനിക്ക് കഴിയില്ല ശ്രുതി, നീ എൻ്റെ കൂടെ വേണം, വിവാഹത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൂട്ടാനുണ്ട് അതൊന്നും എനിക്കറിയില്ല, നീ പഠിപ്പിച്ചു കൊണ്ട് ഒരു നാട്ടുമ്പുറത്തുകാരിയായി അശ്വിൻ്റെ മുന്നിൽ ഒരു വിവാഹ പെണ്ണായി ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ കേട്ട് അശ്വിൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അശ്വിൻ ശ്രുതിയെ ലാവണ്യ ഇങ്ങനെ കെട്ടിപ്പിടിക്കണം. ഈ സമയം ശ്രുതി അശ്വിൻ്റെ മുന്നിലോട്ടാണ് ആ കെട്ടിപ്പിടുത്തത്തിൽ മുഖം തിരിയുന്നത് കേട്ടോ. അങ്ങനെ ശ്രുതി തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അശ്വിനെ ആയിരിക്കും. അപ്പോൾ അശ്വിൻ ഇങ്ങനെ ശ്രുതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ശ്രുതി അശ്വിനെയും തിരിച്ച് നോക്കുകയാണ്. അങ്ങനെ അശ്വിൻ അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. എന്നാൽ ഈ സമയം ദേഷ്യം പിടിച്ച് ശ്യാമ ശ്രുതിയുടെ ഫോണിലോട്ട് വിളിക്കുകയാണ്. അപ്പോൾ ശ്യാമിൻ്റെ കൈകളൊക്കെ മടക്കി പിടിച്ച് ശ്യാമ മൂക്കൊക്കെ വീർപ്പിച്ച് അത്രയും ദേഷ്യത്തോട് കൂടിയിട്ടാണ് വിളിക്കുന്നത്. ശ്രുതി, നിൻ്റെ വിരലിലിട്ട നിശ്ചയമോതിരം അത് നിനക്ക് ലൂസാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ശ്രുതി പറയാണ്, എൻ്റെ കയ്യിൽ നിന്ന് അത് പോയി, അത് ശരിയാണെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന ശ്യാമിനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ ശ്യാമ പറയുകയാണ്, ഒരു വിവാഹം പെണ്ണായ നീ നിശ്ചയിച്ച മോതിരം പോവുക എന്നൊക്കെ പറയുന്നത് അതൊരു നല്ല കാര്യമല്ല. അപ്പോൾ ശ്രുതി പറയാണ്, ഞാൻ കണ്ടെത്താം, അതെന്തായാലും കണ്ടെത്തിയിട്ട് നീ വന്നാൽ മതി വീട്ടിലോട്ട്, കണ്ടെത്തി നിൻ്റെ കയ്യിൽ ഇനി ഞാനും നീയും കാണുമ്പോൾ ആ മോതിരം ഉണ്ടായിരിക്കണം, അങ്ങനെ വേണമെങ്കിൽ ഞാൻ ആ മോതിരത്തിന് വേറൊരു മോതിരം ചെറുത് വാങ്ങിത്തരാം, ഇത് കൊണ്ടുവരികയാണെങ്കിൽ ഇത് മാറ്റിച്ച് നമുക്ക് എടുക്കാം എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതി നോക്കാം, ഞാൻ മോതിരം തിരയട്ടെ എന്ന് പറയണ്ട. അങ്ങനെ ശ്രുതി ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അഞ്ജലി അങ്ങോട്ടേക്ക് കയറി വരികയാണ്. അപ്പോൾ അഞ്ജലി ചോദിക്കുകയാണ്, എന്താ ശ്രുതി നിനക്ക് പറ്റിയത്? അതെ, എൻ്റെ മോതിരം കാണാനില്ല. നിൻ്റെ മോതിരമോ? കാണാനില്ല, ഇന്നലെ ഇവിടെ പോയതാണ്. അപ്പോൾ ശ്രുതിയോട് ചോദിക്കും, ഒരു സിമ്പിളായിട്ടുള്ള ഒരു കല്ല് വെച്ച മോതിരമാണ് ആണ് എന്ന് പറയാനിട്ട്. അത് കേട്ട ഉടനെ തന്നെ അഞ്ജലി പറയണം, അത് എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് സമാധാനമാവുകയാണ് കേട്ടോ.